ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ശരണ്യ ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കിയത് ഒരട്ടിയും ഗ്രീൻ പീസ് കറിയായിരുന്നു. ഞാൻ ഒരട്ടി, പത്തിരി, പൂരി, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാനത് വലിയ കാര്യമാക്കാറില്ല, കാരണം നമ്മൾ വീട്ടിലുള്ളവർ മാത്രമാണല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഷേപ്പിനൊന്നും കാര്യമാക്കാറില്ല. പിന്നെ മുറിച്ച് കഴിക്കുമ്പോൾ എന്തോന്ന് ഷേപ്പ്, ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്ക് കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ എൻ്റെ കെട്ടിയവന് കുറച്ച് ഒരുപാട് കറി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വെള്ളം ചേർത്താണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ കട്ടൻ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അതിനുശേഷം ഞാനും ചിന്നും കല്ലറയ്ക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. വിഷ്ണുവേട്ടന് തിരിച്ച് ജോലി സ്ഥലത്തേക്കും പോകണം കേട്ടോ. അവർക്ക് ബയോഗ്യാസിൻ്റെ പ്ലാന്റിൻ്റെ വർക്കാണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് പണി കുറച്ച് ഡിലേ ആയി. അപ്പോൾ ആൾ ലീവിന് വന്നതാണ് കേട്ടോ. സാധാരണ 2 ദിവസമൊക്കെ ആയിരിക്കും ലീവിന് വരുന്നത്. ഇപ്രാവശ്യം മഴ ആയതുകൊണ്ട് ഒരാഴ്ചയോളം വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് സൂര്യനെ ഒന്ന് കണ്ടപ്പോഴത്തേക്ക് ആൾ എല്ലാം വാരി പറക്കി കെട്ടി റെഡിയാക്കി വെച്ചേക്കാണ് തിരിച്ച് പണിസ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ സ്വന്തമായിട്ട് ഇവർ റൂമിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. വീട്ടിലുള്ള മുളകൊക്കെ പറിച്ചിട്ട് പോകും കേട്ടോ. സ്ഥിരം എപ്പോഴും വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഉള്ള പച്ചമുളകൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പറിച്ചിട്ട് പോവുക. ഞാനിതുപോലെ അച്ചാറോ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുത്തു വിടലാണ് പതിവ്. ഇപ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയില്ല, കുറച്ച് പച്ചമുളക് തന്നെയാണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പോൾ ഇതിൽ പാൽമുളക്, വിഷ്ണുവേട്ടൻ്റെ ചേട്ടൻ കണ്ണൂരാണ് താമസം. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഒരിക്കൽ കുറച്ച് മുളക് കൊണ്ടുവന്നതിനെ ഞാൻ വിത്തിട്ട് മുളപ്പിച്ച മുളവാക്കി എടുത്തതാണ് കേട്ടോ. ആ മുളവാണ് ഇപ്പോൾ തിരിച്ച് ഇന്നിപ്പോൾ പണി കാസർഗോഡാണ്, അങ്ങോട്ടേക്ക് വീണ്ടും കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ എല്ലാം പറക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളും റെഡിയായി കഥയൊക്കെ പൂട്ടി വെളി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കവറിൽ മുളകെല്ലാം പറക്കിയിടുന്നുണ്ട്. ആൾ നല്ല സന്തോഷത്തിലാണ്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമാണ്, കാരണം ഒരാഴ്ച വീട്ടിലുണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. പെട്ടെന്ന് പോകുമ്പോൾ ഒരു സങ്കടം. അത് വിഷ്ണുവേട്ടൻ എപ്പോൾ വന്നിട്ട് പോയാലും എനിക്ക് എപ്പോഴും ഒരു കരച്ചിലും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പം ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കല്ലറ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം 2-3 പേര്, ഞങ്ങൾ 3 പേരാണ് പോയത്, ഞാനും ചിന്നും വിഷ്ണുവേട്ടനും. അപ്പോൾ എല്ലാമൊക്കെ വാങ്ങിയതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് പിരിയാമെന്ന് കരുതി. അപ്പോൾ ചേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൊല്ലത്ത് പോയിട്ട് വേണം കാസർഗോഡ് പോകാൻ. അപ്പോൾ ആളങ്ങോട്ടും പോയി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കും വരാനായിരുന്നു പ്ലാൻ. അപ്പം കടയിൽ കയറി നമ്മൾ 3 പേര് പോയിട്ട് 2 ബിരിയാണിയാണ് വാങ്ങിച്ചത് കേട്ടോ. എന്നിട്ട് അധികം ഒരു പ്ലേറ്റ് എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ 2 പേരുടെയും ബിരിയാണിയിൽ നിന്ന് പകുതി എനിക്ക് തന്നെ കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഹോട്ടലിൽ കയറിയ സാധാരണ ഫുഡ് കഴിക്കൽ. കാരണം എല്ലാവരും ഓരോ ബിരിയാണി വെച്ച് വാങ്ങിച്ചാൽ എന്തായാലും ചോറ് ബാക്കി വരും. അതുകൊണ്ട് ഇങ്ങനെ ആകുമ്പോൾ ബാക്കി വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ വൈകുന്നേരത്ത് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് ഞങ്ങളങ്ങ് ഇരുന്നു കേട്ടോ. ഞാനും ചിന്നു മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ കട്ടൻ ചായക്ക് ഒന്നും കഴിക്കാനില്ലായിരുന്നു കേട്ടോ. വെറും ചായയായിരുന്നു. നമ്മൾ വെറും ചായ എന്നാണ് എപ്പോഴും വീട്ടിൽ പറയുന്നത്, അതുപോലെ തന്നെ വെറും ചായയായിരുന്നു ഇന്ന്. അപ്പോൾ ചായ കുടിക്കുമ്പോഴും ചോറ് കഴിക്കുമ്പോഴൊക്കെ ഞാൻ മാക്സിമം ഇതുപോലെ വീട്ടിൻ്റെ പടിയിലൊക്കെ വന്നിരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തുണി ഉണങ്ങാത്തത് കൊണ്ട് പെട്ടെന്ന് വെയിൽ വന്നപ്പോൾ ഒരുപാട് അശകൾ അങ്ങ് കെട്ടി കേട്ടോ. കാരണം പെട്ടെന്ന് തുണി ഉണങ്ങാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ്. ചിലയിടത്ത് അശ എന്ന് പറയും, ചിലർ അയ എന്ന് പറയും. ഞങ്ങൾ അശ എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ സന്ധ്യയ്ക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 8-8:30 മണിയായപ്പോൾ ചോറ് കഴിക്കാനിരുന്നേ. അപ്പോൾ ചമ്മന്തിയും മുട്ട പൊരിച്ചതായിരുന്നു രാത്രി ചോറിന് കറി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിരുന്നു, ഉച്ചയ്ക്ക് ലഞ്ച് അടിപൊളിയായിരുന്നു ബിരിയാണി. വൈകുന്നേരം ആയപ്പോൾ കറിയിൽ കുറച്ച് ക്ഷാമം വന്നു കേട്ടോ. കാരണം നമ്മൾ പുറത്തൊക്കെ പോയതുകൊണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. വൈകിട്ട് വന്നപ്പോൾ തന്നെ ഒരു 4-4:30 മണി കഴിഞ്ഞു. പിന്നെ ഞങ്ങളങ്ങ് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ചമ്മന്തിയും മുട്ട പൊരിച്ചതും വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയൊന്ന് കിടന്നുറങ്ങണം. അതോടുകൂടി നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നാളെ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.